പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. നമുക്കൊരു യാത്ര പോയാലോ? യാത്ര ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഇതേ ഏതെങ്കിലുമൊക്കെ നയനസുഖം നൽകുന്ന ഒരു സ്ഥലത്തേക്കുള്ള ടൂറിസ്റ്റ് പ്ലേസിലേക്കുള്ള യാത്രയല്ല. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അങ്ങ് അകലെയുള്ള മദീനയിലേക്കാണ്. ആദ്യ വസന്തത്തിലെ അന്ത്യമന്നമാരുതന്റെ ജീവിതത്തിലേക്കൊരു യാത്ര. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന്. 50-ലേറെ തവണയാണ് പ്രവാചകനെ പിന്തുടരാൻ വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത്. മനുഷ്യന്മാർക്ക് അവർ ജനിക്കുന്ന സമയത്ത് തന്നെ ഉള്ള ഒരു സ്വഭാവമാണ് അനുകരണ ത്വര എന്ന് പറയുന്നത്. ഒബ്സർവിങ് മൈൻഡ് എന്നൊക്കെ പറയാം. കാണുന്നതൊക്കെ തങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്തി വെക്കാൻ, അതുപോലെ തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമപ്പെടുത്താനുമുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് മാതാപിതാക്കൾ ഒരു കുട്ടിക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മക്കത്ത് ജനിച്ച് മദീനത്ത് മരിച്ചു പോയ പ്രവാചകനെ കുറിച്ച്, തിരുനബിയെ കുറിച്ച് മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ പേരിൽ നിർബന്ധ കാര്യമാണ്. മറ്റെന്തുകൊണ്ടല്ല, അവൻ മറ്റാരെങ്കിലും ജീവിതത്തിലേക്ക് അനുകരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈൽ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് മുമ്പ് അവന്റെ മനസ്സിൽ ഉറച്ചു പോകേണ്ടുന്ന ഒരു നാമമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതൃക ഉണ്ടെന്ന് പറയുമ്പോൾ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ആരായിരുന്നാലും മുത്തുനബിയിൽ മാതൃകയുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം തന്നെയാണ്. നിങ്ങളൊരു ബിസിനസ്മാൻ ആണോ, ഭരണാധികാരിയാണോ, അധ്യാപകനാണോ, വിദ്യാർത്ഥിയാണോ, ഭർത്താവാണോ, പിതാവാണോ, നേതാവാണോ, കുട്ടിയാണോ, യുവാവാണോ, മധ്യസ്ഥനാണോ, ന്യായാധിപനാണോ, ആരായിരുന്നാലും ശരി, ആ മഹാജീവിതത്തിൽ വലിയ വലിയ പാഠങ്ങളുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മതമാണ് ക്രിസ്തീയ മതം. യേശുവാണ് ലോകത്തിന് വലിയ മാതൃക എന്ന് സഹോദര മതസ്ഥർ പറയാറുണ്ട്. പക്ഷേ ആലോചനയ്ക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ. എങ്ങനെയാണ് ഒരു നല്ല ഭർത്താവ് ആയിരിക്കേണ്ടത് എന്ന് യേശുവിന്റെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം യേശു ക്രിസ്തു കല്യാണം കഴിച്ചിട്ടില്ല. എങ്ങനെയാണ് ഒരു നാടിനെ ഭരിക്കേണ്ടത്, ഒരു യഥാർത്ഥ നീതിമാനായ ഭരണാധികാരി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് യേശുവിന്റെ ജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം യേശു ക്രിസ്തു ഒരു നാട് ഭരിച്ച ആളായിരുന്നില്ല എന്ന് ചുരുക്കം. ഇങ്ങനെ ലോകത്ത് വിശ്വപ്രസിദ്ധരായിട്ടുള്ള ഏതൊരു മനുഷ്യനെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവരുടെ സാമൂഹ്യ ജീവിതം വിജയിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതം അമ്പേ പരാജയത്തിലായിരിക്കും. കുടുംബജീവിതം വിജയിച്ചവരാണെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാകും. എവിടെയെങ്കിലൊക്കെ ഒരു താളപ്പിഴവ് സംഭവിക്കാത്ത ആളായിട്ട് ഒരാളെ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ വിശ്വഗുരു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല. ഇടപെട്ട മേഖലകളിൽ മുഴുവനും അസൂയാവഹമായ, ഒരു മനുഷ്യനും സാധ്യമല്ലാത്ത രീതിയിൽ വളരെ പെർഫെക്റ്റോടുകൂടി ജീവിച്ച് കാണിച്ചു തന്ന മാതൃകാ ജീവിതമാണ് അവിടുത്തെ. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് അവിടെ മാതൃക ഉണ്ട് എന്ന്. കാഫത്തുൽ ലിന്നാസ്, റഹ്മത്തുൽ ലിൽ ആലമീൻ തുടങ്ങി അനേകം പ്രയോഗത്തിലൂടെയാണ് അവിടുത്തെ വിശുദ്ധ ഖുർആൻ വാഴ്ത്തുന്നത്. എങ്ങനെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്? അനുകരിക്കണമെങ്കിൽ ആദ്യം അറിയണം. അറിഞ്ഞാലാണ് കൂടുതൽ അനുകരിക്കാൻ പറ്റുക. നമ്മൾ ഉള്ളിൽ മുത്തുനബിയോട് സ്നേഹമുണ്ടെന്ന് വാദോരാതെ പറയുന്നവരാണ്. ചോദിക്കട്ടെ, എത്രയോ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൽ എത്ര മുത്തുനബിയെ കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്? വാദോരാതെ സംസാരിക്കാൻ കഴിയുന്നവരാണ് നമ്മൾ. മുത്തുനബിയെ കുറിച്ച് പറഞ്ഞാൽ എത്ര മിനിറ്റ് നമുക്ക് നിർത്താതെ സംസാരിക്കാൻ സാധിക്കും? കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നവരാണ്. എത്ര കഥകൾ നമ്മൾ മുത്തുനബിയെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എത്ര ഭാര്യമാരുണ്ടായിരുന്നു, എത്ര മക്കളുണ്ടായിരുന്നു, ഇഷ്ടഭക്ഷണം എന്തായിരുന്നു, വസ്ത്രരീതി എന്തായിരുന്നു തുടങ്ങി മുത്തുനബിയെ കുറിച്ച് നമുക്ക് അറിയാത്തതായിട്ട് ഇനി എന്തൊക്കെയോ ബാക്കിയില്ലേ? നമ്മളേറെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയതമക്കും പ്രിയപ്പെട്ടവർക്ക് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുമ്പോൾ അവർക്കേറെ ഇഷ്ടപ്പെടുന്ന
ഭക്ഷണവും അവർക്കേറെ ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ സമ്മാനിക്കാറുണ്ട്. തിരിച്ച് അവരെക്കാട്ടിലൊക്കെ നമ്മൾ ഏറെ സ്നേഹിക്കുകയും ജീവിതം പകർത്തുകയും ചെയ്യേണ്ടുന്ന നാമമാകുന്ന മുത്തുനബിയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ തിരുവസന്ത പിറവി 1500-ാമത്തേതാണ്. നമുക്കൊരു തീരുമാനത്തിലെത്താം. കൂടുതലായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാം. എത്ര അറിയുന്നു അത്രയും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. എത്ര നമ്മൾ സ്നേഹിക്കുന്നു അത്രയും അറിയാനും സാധിക്കും. അല്ലാഹു തുണക്കട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.